हाँ യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് സമരം സിന്ദാബാദ് സമരം സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് സമരം സിന്ദാബാദ് നിങ്ങൾ അറിഞ്ഞോ ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് പിൻവലിക്കൂ അധികാരികളെ പിൻവലിക്കൂ അധികാരികളെ പിൻവലിക്കൂ അധികാരികളെ പിൻവലിക്കൂ അധികാരികളെ യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് പ്രതിഷേധിക്കൂ നാട്ടാരെ പ്രതിഷേധിക്കൂ നാട്ടാരെ പ്രതിഷേധിക്കൂ നാട്ടാരെ പ്രതിഷേധിക്കൂ നാട്ടാരെ യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് പ്രതിഷേധം 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 യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് നിങ്ങൾ അങ്ങോട്ട് മാറി പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ റോഡ് കൂട്ടാൻ നാണമില്ലേ റോഡ് കൂട്ടാൻ നാണമില്ലേ റോഡ് കൂട്ടാൻ നാണമില്ലേ റോഡ് കൂട്ടാൻ നാണമില്ലേ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കോ പിൻവലിക്കോ പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കോ പിൻവലിക്കോ ടോള് വർധന പിൻവലിക്കൂ ടോൾ വർധന പിൻവലിക്കോ ടോള് വർധന പിൻവലിക്കൂ ടോൾ വർധന പിൻവലിക്കോ പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ പണിതീരാത്ത റോഡിന് പിന്നെ ടോള് കൂട്ടാൻ നാണമില്ലേ ടോൾ കൂട്ടാൻ നാണമില്ലേ ടോള് കൂട്ടാൻ നാണമില്ലേ ടോൾ കൂട്ടാൻ നാണമില്ലേ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കോ പിൻവലിക്കോ ടോള് വർധന പിൻവലിക്കൂ ടോൾ വർധന പിൻവലിക്കോ യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് സമരം സിന്ദാബാദ് സമരം സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗ് സിന്ദാബാദ് 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 പ്രതിഷേധം 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 യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് ഇടയ്ക്കിടെയുള്ള ടോൾ വർധനവ് നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ വാങ്ങുന്ന റോഡുകളിൽ പോലും ഗതാഗത സൗകര്യം ഗതാഗത യോഗ്യം നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ അടിക്കടിയുള്ള വർധനവ് അടിക്കടിയുള്ള ടോൾ വർധനവ് അടിക്കടിയുള്ള ടോൾ വർധനവ് അടിക്കടിയുള്ള ടോൾ വർധനവ് പിൻവലിക്കൂ അധികാരികളെ കൂട്ടുന്നേ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ നാണമില്ലേ അധികാരികളെ പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കോ പിൻവലിക്കോ പിൻവലിക്കൂ പിൻവലിക്കൂ പിൻവലിക്കോ പിൻവലിക്കോ ടോൾ വർധന പിൻവലിക്കൂ ടോൾ വർധന പിൻവലിക്കോ ടോൾ വർധന പിൻവലിക്കൂ ടോൾ വർധന പിൻവലിക്കോ പ്രതിഷേധം 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 യൂത്ത് ലീഗിൽ പ്രതിഷേധം യൂത്ത് ലീഗിൽ പ്രതിഷേധം സമരം സിന്ദാബാദ് ഉപരോധസമരം സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ്
അധികാരികളെ ധിക്കാരികളെ അധികാരികളെ ധിക്കാരികളെ അധികാരികളെ ധിക്കാരികളെ പിൻവലിക്കൂ അധികാരികളെ പിൻവലിക്കൂ അധികാരികളെ യൂത്ത് ലീഗ് സിന്ദാബാദ്. വും ഈ മതിലിന്റെ വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇതിനുള്ളിൽ എക്കാലത്തും ഇങ്ങനെ സാധാരണക്കാരന് നികുതി പണവും വാങ്ങി കയ്യിൽ വീശയിലിട്ടിട്ട് സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇവരുടെ സർവീസ് ജീവിതം തള്ളി നിൽക്കുകയാണ് എന്നുള്ളത് എന്ത് ഗതികേടാണെന്ന് അവരാണ് ആലോചിക്കേണ്ടത്. ഈ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങി അതിൻ്റെ ശമ്പളവും വാങ്ങിയിട്ട് ആ പാവപ്പെട്ടവൻ പിന്നെയും ഈ ദേശീയപാതയുടെ പണി തീരാത്ത റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ പിഴിയുന്ന ഈ പ്രവണതയ്ക്ക് ഞങ്ങളൊരിക്കലും സമ്മതം നൽകില്ല എന്നതാണ് യൂത്ത് ലീഗിന് പ്രഖ്യാപിക്കാനുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഓഫീസറെ ഉപരോധിക്കണമെന്നാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്. അതുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാതെ കാര്യമായ പ്രവർത്തകരുടെ പങ്കാളിത്തമില്ലാതെ വർഷങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭാവിയിൽ സുഗമമായ യാത്ര സാധ്യമാകും എന്നതിൻ്റെ പേരിൽ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നിയന്ത്രണങ്ങൾക്കും, റോഡിൽ നടപ്പിലാക്കുന്ന മുന്നറിയിപ്പില്ലാത്ത എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമായി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇപ്പോൾ തന്നെ നിലവിൽ ഈ പണി തീരാത്ത, നേരത്തെ പറഞ്ഞതുപോലെ പണി തീരാത്ത റോഡിന് വേണ്ടി വലിയ തുക സാധാരണ ചെറിയ വാഹനങ്ങളിൽ നിന്ന് പോലും ടോളായി ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വീണ്ടും ആ ജനങ്ങൾക്ക് മേലൊരു തിരിച്ചടിയായിക്കൊണ്ട്, കനത്ത പ്രഹരമായിക്കൊണ്ട് വീണ്ടും ടോൾ കൂട്ടുവാനുള്ള, ടോൾ ബൂത്തുകളിലെ ഫീസ് കൂട്ടുവാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിലപാടുകളെ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഇവിടെ എന്താണ് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, രാജ്യത്ത് പെട്രോളിന് വില വർദ്ധിക്കുന്നത്, പെട്രോളിന് ദിനംതോറും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ചെറിയ ചെറിയ തുക ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് ഇന്ന് ജനങ്ങൾക്ക് നികുതി അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകുമ്പോൾ അതേ രൂപത്തിൽ ടോൾ ബൂത്തിലും ചെറിയ ചെറിയ തുക വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലേക്ക് വലിയ ഒരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധ്യമുള്ള, പൗരബോധമുള്ള ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയുടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി അവരുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്ന രൂപത്തിലാണ് നമ്മൾ വിരലെണ്ണാവുന്ന പ്രവർത്തകരുമായി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നതിന് വേണ്ടിയും ആ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വലിയ കോട്ടമതിലുകളൊക്കെ, ഗേറ്റുകളൊക്കെ ബന്ദ് ചെയ്ത് അതിൻ്റെ മുന്നിൽ പോലീസിൻ്റെ ബന്ദവസലിൽ നമ്മുടെ CI ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥൻ SP-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പോലീസ് ബന്ദവസൽ വേണം എന്ന വിഷയത്തിൽ ടോൾ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ഭയന്ന് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഈ കണ്ണൂരിലെ പോലീസ് അധികാരികളെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും ഈ കൊത്തളങ്ങളിൽ അടങ്ങിയിരുന്ന് സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് സുഖിച്ച് ജീവിക്കാമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ തെരുവിൽ എങ്ങനെയാണോ നേരിടേണ്ടത് അത് ഈ നാട്ടിലെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളെ നേരിടാൻ വരുന്ന ദിവസങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഈ മുസ്ലിം യൂത്ത് ലീഗിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ സൂചനാ സമരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം യൂത്ത് ലീഗ്. ആദ്യമായി അഡ്രസ് ചെയ്തു. അങ്ങനെ ആരും തന്നെ അഡ്രസ് ചെയ്യപ്പെടാതെ പോയാൽ 5-10 മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് അഭിവാദ്യം നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു, വർദ്ധിപ്പിച്ച വില കുറക്കുക മാത്രമല്ല, ടോൾ പൂർണ്ണമായും